നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കാറുണ്ടോ? അതല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ചതിക്കാൻ വരികയോ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ സംഭവിക്കാൻ പോകുകയോ ചെയ്യുമ്പോൾ മനസ്സിലൊരു അസ്വസ്ഥത തോന്നാറുണ്ടോ? എങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾക്ക് ആറാം ഇന്ദ്രിയം അല്ലെങ്കിൽ സിക്സ്ത് സെൻസ് ശക്തമായി ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ജ്യോതിഷ വിശ്വാസപ്രകാരം ചില നക്ഷത്രക്കാർക്ക് ജന്മനാ തന്നെ ഈ കഴിവ് കൂടുതലായിരിക്കും. എന്നാൽ ഈ മാസം, അതായത് 2026 ജൂലൈ മാസത്തിലെ ഗ്രഹനില അനുസരിച്ച് ആറാം ഇന്ദ്രിയം ഏറ്റവും കൂടുതൽ സജീവമാകാൻ പോകുന്ന, ഉൾവിളികൾ അച്ചട്ടാകാൻ പോകുന്ന ആ പ്രധാന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപായി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണേ. ഈ മാസം ഉൾവിളികൾ കൃത്യമാകാൻ സാധ്യതയുള്ള ആദ്യത്തെ നക്ഷത്രം തിരുവാതിരയാണ്. സാധാരണയായി തിരുവാതിര നക്ഷത്രക്കാർക്ക് എന്ത് ആപത്ത് വരുന്നതിനു മുൻപും മനസ്സിലൊരു ഭയം അല്ലെങ്കിൽ അസ്വസ്ഥത രൂപപ്പെടാറുണ്ട്. ഈ മാസം നിങ്ങളുടെ മനസ്സ് പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ നിസ്സാരമായി തള്ളിക്കളയരുത്. നിങ്ങളുടെ മനസ്സിൻ്റെ ആ വിളി പലപ്പോഴും കൃത്യമായ സൂചനകളായിരിക്കും നൽകുന്നത്. രണ്ടാമതായി വരുന്നത് മകയിരം നക്ഷത്രമാണ്. ബുദ്ധിപരമായ ചിന്തകളും കാര്യങ്ങൾ കൃത്യമായി കണക്കുകൂട്ടാനുള്ള കഴിവുമാണ് ഇവരുടെ പ്രധാന ആയുധം. പ്രത്യേകിച്ച് നിങ്ങളുടെ ജോലിസ്ഥലത്തോ ബിസിനസ്സിലോ അല്ലെങ്കിൽ പഠന കാര്യങ്ങളിലോ അടുത്തതായി എന്ത് സംഭവിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ അത് അതേപടി നടക്കാൻ ഈ മാസം വലിയ സാധ്യതയുണ്ട്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. ആത്മീയ ചിന്തകളും ഈശ്വരവിശ്വാസവും ഉള്ളവരാണിവർ. ഇവർക്ക് വരാനിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങളിലൂടെയോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ചിന്തകളിലൂടെയോ സൂചനകൾ ലഭിക്കാറുണ്ട്. ഈ മാസം നിങ്ങൾക്ക് കാണുന്ന സ്വപ്നങ്ങൾ വെറുതെയാകാൻ വഴിയില്ല. അതുകൊണ്ട് അവയെ ശ്രദ്ധിക്കുക. നാലാമത്തെ നക്ഷത്രം കാർത്തികയാണ്. അതീവ ശ്രദ്ധാലുക്കളായ കാർത്തിക നക്ഷത്രക്കാർക്ക് മറ്റുള്ളവരുടെ മനസ്സിലിരിപ്പ് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. നിങ്ങളുടെ പങ്കാളിയോ സുഹൃത്തുക്കളോ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒളിക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളെ ചതിക്കാൻ നോക്കിയാൽ അവരുടെ പെരുമാറ്റത്തിലെ മാറ്റങ്ങളിൽ നിന്ന് അത് മുൻകൂട്ടി കണ്ടുപിടിക്കാൻ ഈ മാസം നിങ്ങൾക്ക് സാധിക്കും. സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് ചില നക്ഷത്രക്കാർക്ക് മാത്രം ഈ ആറാം ഇന്ദ്രിയം അല്ലെങ്കിൽ സിക്സ്ത് സെൻസ് ഇത്രയധികം കൂടുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ജ്യോതിഷപ്രകാരം നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് ചന്ദ്രനാണ്. അതുപോലെ തന്നെ ജ്ഞാനത്തെയും ആത്മീയതയെയും നിയന്ത്രിക്കുന്നത് കേതുവുമാണ്. ജാതകത്തിൽ ചന്ദ്രന്റെയും കേതുവിന്റെയും സ്വാധീനം കൂടുതലുള്ള നക്ഷത്രക്കാർക്കാണ് ഇത്തരം ഉൾവിളികൾ ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ഇത്തരം ഉൾവിളികൾ ഉണ്ടാകാറുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എല്ലാവരോടും തുറന്നു പറയരുത്. അത് നിങ്ങളുടെ ആന്തരിക ശക്തിയെ കുറയ്ക്കും. ദിവസവും കുറച്ച് സമയം ധ്യാനിക്കുകയോ മെഡിറ്റേഷൻ, പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആറാം ഇന്ദ്രിയത്തെ കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കും. ഇതൊക്കെയാണെങ്കിലും ജ്യോതിഷ പ്രവചനങ്ങൾ പൊതുവായ ഗ്രഹനിലകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വ്യക്തിപരമായ ജാതകത്തിലെ ദശാകാലങ്ങൾ അനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരാം. കൂട്ടത്തിൽ നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.